പത്തനംതിട്ട ജില്ലയിലെ അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വരുന്ന വാർത്ത 28-ാം തീയതി യാഥാർത്ഥ്യമാവുകയാണ് എങ്കിൽ അത് കേരള ചരിത്രത്തിൽ ഇടതുപക്ഷം എഴുതി ചേർക്കുന്ന ഒരു പുതിയ അധ്യായം കൂടിയായി മാറും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ തലേ ദിവസം 21 വയസ്സ് തികഞ്ഞ രേഷ്മ മറിയം റോയി എന്ന ആ പെൺകുട്ടി അവിടെ 70 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അത് മത്സരിച്ച വാർഡിൽ നിന്ന് വിജയിച്ചു. ആ പെൺകുട്ടിയെ അരുവാപ്പുലം പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാക്കാനുള്ള തീരുമാനമാണ് CPM നേതൃത്വം എടുത്തിരിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. പാർട്ടിയുടെ മേൽഘടകങ്ങളുടെ അംഗീകാരത്തിന് വിധേയമാണത്. 28-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗങ്ങൾ വോട്ട് ചെയ്താൽ മാത്രമേ പ്രസിഡൻ്റ് ആവുകയുള്ളൂ. എന്തായാലും അവിടെ 15-അംഗ പഞ്ചായത്ത് ഭരണസമിതിയിൽ 9 പേർ LDFകാരാണ്, 4 പേരാണ് UDF വിജയിച്ചത്, 2 പേർ സ്വതന്ത്രരും വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് LDFന് സുരക്ഷിതമായി തന്നെ ഭരണം കിട്ടിയ ഒരു സ്ഥലമാണ് അരുവാപ്പുലം. അവിടെ വനിതാ സംവരണ പ്രസിഡൻ്റാണ്. 5 വനിതകൾ ജയിച്ചിട്ടുണ്ട്, പരിചയസമ്പത്തുള്ള വനിതകൾ ജയിച്ചിട്ടുണ്ട്. പക്ഷേ അവരിൽ നിന്നും കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്ന രേഷ്മ മറിയം റോയ് 70 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുമ്പോൾ ആ പെൺകുട്ടിയെ തന്നെ പഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യം ഏൽപ്പിക്കാനുള്ള തീരുമാനം ഇടതുപക്ഷം ഈ കാലത്ത് നമ്മുടെ കേരള ജനതയ്ക്ക് നൽകുന്ന സന്ദേശത്തിൻ്റെ ഒരു വലിയ അടയാളമായി മാറുകയാണ്. ആദ്യമായി വെറുതെ ജയിച്ചു വന്ന ഒരു 21 വയസ്സുകാരി പെൺകുട്ടി ആയതുകൊണ്ട് മാത്രമല്ല രേഷ്മയെ പാർട്ടി അംഗീകരിക്കുന്നത്. SFIയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്, DYFIയുടെ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന സജീവ പ്രവർത്തകയാണ്. അപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്തും യുവജന രാഷ്ട്രീയ രംഗത്തും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒരാൾ എന്നതുകൂടി കണക്കിലെടുത്ത് ആ ചുമതല ഏൽപ്പിക്കുമ്പോൾ അത് കേരളത്തിലാകെ ഏതായാലും ഈ പ്രസിഡന്റുമാരെയും ചെയർമാൻമാരെയും ഒക്കെ നിശ്ചയിക്കുന്ന നടപടികളിലേക്ക് മുന്നണികൾ കടന്നിട്ടേ ഉള്ളൂ. എല്ലായിടത്തും രാഷ്ട്രീയ പാർട്ടികളുടെ ഈ പ്രസിഡന്റുമാരെയും ചെയർമാൻമാരെയും ഒക്കെ നിശ്ചയിക്കുന്ന ഘടകങ്ങൾക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശം കൂടിയാണത്. നിങ്ങൾ ചെറുപ്പക്കാരെ കൂടി പരിഗണിക്കണം എന്നുള്ളതിൻ്റെ ഒരു വലിയ പ്രചോദനമാകുന്ന തീരുമാനം കൂടിയാണത്. അരുവാപ്പുലത്തെ CPMകാർ എടുത്തിരിക്കുന്നത് ആ തരത്തിൽ തന്നെ അംഗീകരിക്കാവുന്നുള്ളൊരു തീരുമാനമാണ്. നമ്മളിത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യമായി ഉണ്ടാകുന്നൊരു നടപടിയല്ല. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷം മറികടക്കാൻ കഴിയാതിരുന്ന ഇടതുമുന്നണി അന്ന് അവരുടെ മേയർ സ്ഥാനാർത്ഥിമാരെല്ലാം പരാജയപ്പെടുമ്പോൾ പുതുമുഖമായ VK പ്രശാന്തിനെ, ചെറുപ്പക്കാരനായ VK പ്രശാന്തിനെ ആ ചുമതലകൾ ഏൽപ്പിച്ചപ്പോൾ പലരും നെറ്റിചൊളിച്ചിട്ടുണ്ട്. CPMൽ തന്നെ പലരും നെറ്റിചൊളിച്ചിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരനെ കൊണ്ട് ഇത് മാനേജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്ന്. പക്ഷേ നല്ല വിഷൻ ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരൻ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം അദ്ദേഹം MLA ആയി തിരഞ്ഞെടുക്കുന്നവരെയും മികച്ച രീതിയിൽ കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ ഒരു അടയാളം കൂടിയാണ് ഇപ്പോൾ നേടിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് വിജയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ. ഇപ്പോഴും തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM നടത്തിയത് വലിയ പുതുമുഖ പരീക്ഷണമായിരുന്നു, ചെറുപ്പക്കാരുടെ പരീക്ഷണമായിരുന്നു. ആ ചെറുപ്പക്കാരുടെ പരീക്ഷണം വലിയ തോതിൽ വിജയം കാണുകയും ചെയ്തു. ഇപ്പോഴും മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന നിലയിൽ പോലും ചില യുവ സ്ഥാനാർത്ഥികളുടെ വിജയിച്ചു വന്ന യുവ സ്ഥാനാർത്ഥികളുടെ പേര്, യുവ കൗൺസിലർമാരുടെ പേര് പരിഗണിക്കപ്പെടുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയും യുവത്വത്തിന് എത്രമേൽ പ്രാധാന്യം ആ മുന്നണി നൽകുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. UDF ഒക്കെ തികച്ചും മാതൃകയാക്കേണ്ടുന്ന കാര്യമാണ്. UDFൻ്റെ കാര്യം അത് പറയുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ UDFും കേരളത്തിലൊട്ടാകെ മാതൃകയാക്കേണ്ടുന്ന 2 വലിയ ഉദാഹരണങ്ങളുണ്ട്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ CPMൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ അവരുടെ സുരക്ഷിത മണ്ഡലത്തിൽ ഗിരികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പരാജയപ്പെടുത്തി. അപ്രതീക്ഷിതമായ തോൽവിയാണ് ഇടതുപക്ഷത്തിന്. കാരണം കിളിമാനൂർ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ നെടുംകോട്ട, ആ നെടുംകോട്ടയിൽ പട്ടികജാതി സംവരണമാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അതുകൊണ്ട് തന്നെ പട്ടികജാതി ക്ഷേമ സമിതിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിനെ ആ സുരക്ഷിത മണ്ഡലത്തിൽ പട്ടികജാതി സംവരണ സീറ്റിൽ മറ്റൊരു സ്ഥാനാർത്ഥിയും ഇവിടെ ഒരു സേഫ് സീറ്റിൽ ഈ സ്ഥാനാർത്ഥിയെയും മത്സരിപ്പിച്ച CPMനെ ഞെട്ടിച്ചുകൊണ്ടാണ് അവിടെ ഗിരികൃഷ്ണൻ എന്ന ചെറുപ്പക്കാരൻ വിജയം നേടിയത്. ബാലരാമപുരം CPMൻ്റെ മറ്റൊരു നെടുങ്കോട്ട, അവിടെ ഇതുപോലെ CPMൻ്റെ ഏറ്റവും തിരുവനന്തപുരം ജില്ലയിൽ തന്നെ തലമുതിർന്ന നേതാക്കളിൽ ഒരാളായി അറിയപ്പെടുന്ന രജീന്ദ്രകുമാർ, ആ മനുഷ്യനെ വിനോദ് എന്ന് പറയുന്ന താരതമ്യേന പുതുമുഖമായ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ചെറുപ്പക്കാരൻ പരാജയപ്പെടുത്തി. അങ്ങനെ 2 വമ്പൻ പരാജയം ഈ ചെറുപ്പക്കാരിലൂടെ LDFനും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ UDFും താരതമ്യേന ഈ ചെറുപ്പക്കാരെ അംഗീകരിക്കുന്നത് മടികാട്ടുന്നവർക്ക് മാതൃകയാകേണ്ടുന്ന ഒരു കാര്യമാണ് എന്നുള്ള നിലയിലാണ് അതുകൂടി പറഞ്ഞത്. UDFനും തുടരാവുന്ന പുതുമുഖ പരീക്ഷണം.
ചെറുപ്പക്കാരെ കളത്തിലിറക്കിയാൽ അതുകൊണ്ട് നേട്ടമുണ്ടാകുമെന്നുള്ള അടയാളപ്പെടുത്തൽ. ഇപ്പോൾ രേഷ്മ മറിയം റോയിലൂടെ ഇടതുമുന്നണി കേരളത്തിൽ മുഴുവൻ നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. നിങ്ങൾ ചെറുപ്പക്കാരാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഭരണതലത്തിൽ അവഗണിക്കപ്പെടുന്നില്ല എന്ന്, നിങ്ങൾക്ക് അംഗീകാരങ്ങൾ തേടി വരില്ല എന്നുള്ള വിഷമം ഉണ്ടാകേണ്ട എന്ന്, നിങ്ങളെ അംഗീകരിക്കാൻ ഈ പാർട്ടി കൂടെയുണ്ട് എന്നുള്ള സന്ദേശം നൽകുമ്പോൾ അത് യുവനിരയ്ക്ക് വലിയ തോതിൽ സക്രിയമായി തന്നെ ഈ പൊതുപ്രവർത്തന രംഗത്ത് ഇടപെടുന്നതിനുള്ള ഒരു വലിയ അംഗീകാരം കൂടിയായി മാറുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.